ക്യാരറ്റും പാലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല ടേസ്റ്റിയുള്ള ഒരു പുഡിങ്ങിന്റെ റെസിപ്പി കേട്ടോ. ഒരു തവണ നമ്മുടെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്താലുണ്ടല്ലോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റിയും അതേപോലെ തന്നെ ഉണ്ടാക്കാനും നല്ല എളുപ്പാട്ടോ. അപ്പൊ മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടാവും. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡർ ആട്ടോ എടുത്തിരിക്കുന്നത്. അതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ ഇതേപോലെ ഒന്നുങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് ക്യാരറ്റ് ഒന്നുങ്ങ് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് ക്യാരറ്റ് വഴറ്റുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. നെയ്യാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒന്നുങ്ങ് ചൂടായിട്ട് വന്നപ്പോൾ ഗ്രേറ്റ് ചെയ്ത 1 കപ്പ് ക്യാരറ്റ് ആട്ടോ എടുത്തിരിക്കുന്നത്. ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കണ്ടോ, നല്ലോണം തന്നെ ഒന്നുങ്ങ് ചൂടാക്കി എടുക്കാം. ഗ്രേറ്റ് ചെയ്ത് തീരെ കനം കുറഞ്ഞ ക്യാരറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചൂടായിട്ട് വന്നോളൂ കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പഞ്ചസാരയൊക്കെ ഒന്നങ്ങ് മെൽറ്റായി ക്യാരറ്റുമായിട്ട് ഒന്ന് യോജിച്ച് വരുമ്പോൾ 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാവേ. ഇനി ആ പാലിൽ കിടന്നിട്ട് വേണം നമ്മുടെ ഈ ക്യാരറ്റ് ശരിക്കും ഒന്നുങ്ങ് വെന്ത് നന്നായിട്ട് സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ട്. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/2 കപ്പ് അത്ര മാത്രം മതി. ക്യാരറ്റ് എടുത്തതിന്റെ നേർപകുതി മാത്രം പാല് ചേർത്ത് കൊടുത്താൽ മതി. ഒന്നങ്ങ് മിക്സ് ആക്കി നല്ലോണം തിളച്ച് ശരിക്കും പാലൊക്കെ ഒന്നങ്ങ് വറ്റി ക്യാരറ്റൊക്കെ നല്ലോണം സോഫ്റ്റ് ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കണ്ടതാ, പാലൊക്കെ ആണെങ്കിലും നല്ലോണം വറ്റി ക്യാരറ്റൊക്കെ ശരിക്കും വെന്ത് നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് കഴിച്ചു നോക്കുമ്പോഴാണെങ്കിൽ നമുക്കറിയാൻ പറ്റും നല്ല മധുരമുണ്ട്, അതേപോലെ തന്നെ ശരിക്കും വെന്തും കൂടി വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കി മറ്റൊരു ട്രേയിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി കൊടുക്കാം. നമ്മൾ ഏത് ട്രേയിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ ട്രേയിലേക്ക് വേണം കേട്ടോ ഈ ക്യാരറ്റിന്റെ മിക്സ് ആദ്യമേ മാറ്റാനായിട്ട്. കണ്ടോ, ഇതേപോലെ ഒന്ന് ലെവലാക്കി പതുക്കെ പ്രസ്സാക്കി കൂടി എടുക്കുന്നുണ്ട്. ഈ ഒരു കനത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ ക്യാരറ്റ് ഒന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് പാലിന്റെ മിക്സ് കൂടി റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് മറ്റൊരു പാനിലേക്ക് 2 കപ്പ് പാലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതായത് 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ പാല് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 1/2 കപ്പ് പഞ്ചസാരയും അതേപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച കസ്റ്റാർഡിന്റെ മിക്സ് ഉണ്ടല്ലോ അത് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി നമ്മുടെ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോ നന്നായിട്ട് തിളച്ച് ശരിക്കും ഒന്നും കൂടി കുറുകി കട്ടിയായിട്ട് വരുന്നവരെ ഇളക്കി കൊടുക്കണേ. കസ്റ്റാർഡിന്റെ മിക്സ് ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയിട്ട് വന്നോളും. പാല് കുറച്ച് അധികം എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി, അതായത് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിന് വേണ്ടി മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് ശരിക്കും കട്ടിയായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പൊ ഇത് മതി, ഈ ഒരു കട്ടിപ്പ് മതി കേട്ടോ. ഇനി തണുത്ത് കഴിയുമ്പോൾ ശരിക്കും സെറ്റായിട്ട് വന്നോളൂ. ഗ്യാസ് ഓഫാക്കി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്യാരറ്റിന്റെ മിക്സ് ഉണ്ടല്ലോ അതിന്റെ മേളിലേക്ക് നല്ല ചൂടോടുകൂടി തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ക്യാരറ്റൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒന്നിങ്ങ് തണുത്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ അങ്ങ് ഒഴിച്ച് ഇനിയിപ്പോ വലിയ ചൂടൊക്കെ ഒന്നാറി ഒന്നിങ്ങ് തണുത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു അരമണിക്കൂറിനുള്ളിൽ വലിയ ചൂടൊക്കെ ഒന്നാറി തണുത്ത് വന്നോളൂ കേട്ടോ. അതിനുശേഷം 1-2 മണിക്കൂർ ഫ്രിഡ്ജിലും കൂടി വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റിലേക്ക് കിട്ടും. ഈ ചൂട് സമയത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കൂലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. എളുപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് തന്നെയാണ്. അപ്പൊ മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പം ഉണ്ടാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. കുട്ടീസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പാത്രം കാലിയാക്കി തരും. ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.